ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. ഹൈദരാബാദിലെ ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. 17 വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് നമ്മൾക്ക് അറിയത്തില്ല. പ്രേമലു സിനിമ കണ്ടപ്പോഴത്തേക്കിനാണ് എനിക്കൊന്ന് വന്ന് കാണണം തോന്നി. അങ്ങനെ നമ്മുടെ ബാവാക്കയുടെ ഫാമിലി വന്നപ്പം അവരുമായിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. അപ്പം ഇതിന് നല്ല ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ ഈ കോട്ടയ്ക്കുണ്ട്. ഇവിടെ പണ്ട് വജ്രവും രത്നങ്ങളൊക്കെ അതായത് വജ്ര വ്യാപാരികളും രത്ന വ്യാപാരികളും ഈ ഫോർട്ടിനുള്ളിലാണ് വന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം 62 വർഷം എടുത്ത് ഈ ഒരു ഫോർട്ട് പണിത് തീരാൻ. സാധാരണ നമ്മൾ നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ മുകളിൽ താഴത്തെ നിലയിൽ നിന്ന് മേളിലോട്ടാണ് പണിത് പോകുന്നത്. ഇത് മുകളിൽ നിന്ന് താഴത്തോട്ട് പണിത് വന്നൊരു ഫോർട്ടാണ്. ഏകദേശം ഇന്ത്യയിൽ തന്നെ വലിയൊരു ഫോർട്ട് തന്നെയാണ് ഗൈസ്. അപ്പം ബാക്കിയുള്ള നമ്മൾ ഫോർട്ടിന് ഉള്ളിൽ എൻ്റർ ചെയ്തിട്ട് വീഡിയോയിൽ വിശദീകരിച്ച് പറയാം എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, ബോർഡിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റിന് എത്രയാണെന്ന് ചാർജ് ഇല്ല, ക്യാമറയ്ക്ക് ചാർജ് അഡീഷണൽ ഉണ്ട്. DSLR ക്യാമറ ഉണ്ട്. അപ്പം തന്നെ അകത്തോട്ട് ഫ്രണ്ടിലോട്ട് തന്നെ കയറിയപ്പോൾ നല്ലൊരു വൈബായിരുന്നു ഗൈസ്. ഇതിൻ്റെ ഇത്ര മനോഹരമായൊരു ഫോർട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. ആ പഴയ കാലങ്ങളിൽ അവർ ഗോൽക്കൊണ്ട ഫോർട്ട് ഗൈസ്. അപ്പം നമ്മൾ ഗോൽക്കൊണ്ട പാലസിനാണുള്ളത്. ഗോൽക്കൊണ്ട ഹൈദരാബാദ് വന്നിട്ട് ഗോൽക്കൊണ്ടയിൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഞാൻ. ഗോൽക്കൊണ്ടയിലെ എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഗ്രാനൈറ്റ് അല്ലേ? ഗ്രാനൈറ്റ് ആണോ? അങ്ങനെ അങ്ങനെ നമ്മൾ കൊട്ടാരത്തിലോട്ട് പ്രവേശിക്കാൻ പോവാണ്. ഗോൽക്കൊണ്ട ഫോർട്ടിലോട്ട് പ്രവേശന ഗേറ്റിലോട്ടാണ് ഇപ്പം പോകുന്നത്. പണ്ട് രാജാക്കന്മാരും ഭടന്മാരും കാവൽ നിന്ന സ്ഥലം. ആ പഴയ രീതിയിൽ തന്നെ കരിങ്കല്ല് വെച്ചിട്ട് മറ്റേ കുമ്മായം ചുണ്ണാമ്പ് മിശ്രിതം വെച്ചുണ്ടാക്കിയ ബിൽഡിങ്ങാണ്. ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത്. എന്ത് പവറായിട്ടാണ് നിൽക്കുന്നത് അറിയാം ഗൈസ്. അപ്പോൾ ഗേറ്റ് ഇത് മെയിൻ എൻട്രൻസ് ആകട്ടെ ഗൈസ്. ഇതെൻ്റെ ഗോൽക്കൊണ്ട പാലസിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. ഈ ഒരു വഴിയുള്ള അകത്തോട്ട് കയറാം. പിന്നെ ഇവിടെ പമ്പ് ചെയ്ത് വെള്ളമൊക്കെ മേളിലെത്തിക്കുന്ന ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പഴയ സ്റ്റൈലിൽ കറങ്ങണം. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കൈ കൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കൈ കൊട്ടിക്കഴിഞ്ഞാൽ അത് ടോപ്പിൽ ചെല്ലും ആ സൗണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടുത്തെ വർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഇപ്പം ഈ ഗേറ്റിൻ്റെ അവിടെ ഇനി വേറെ ഒരു രാജ്യത്തെ രാജാവോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നെങ്കിൽ അവർ സിഗ്നൽ കൊടുക്കും. ആ ഒരു സിഗ്നലാണ് മേളിൽ ചെല്ലുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് മയ്യത്ത്, അതായത് ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്ന സ്ഥലമാണ്. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എല്ലാം ക്ലോസ് ആക്കി ഇട്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ ഈ കൊട്ടാരത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ഒരു ഭാഗത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഓക്കെ,
നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു പൂന്തോട്ടമാണ്. ഇവിടെയാണ് രത്ന വ്യാപാരികൾ എല്ലാവരും ഒരുമിച്ച് കൂടി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണിത്, ഈ ഒരു ഏരിയ. പിന്നെ ഈ ഒരു ഏരിയയിൽ ഊഞ്ഞാലോ അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു, എനിക്ക് എല്ലാം നമുക്ക് അത്രയ്ക്ക് അറിവില്ല. എന്നാലും ഇതെന്തിനാ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്തായാലും ഭയങ്കര തണുപ്പാണ്. പുറത്ത് നല്ല ചൂടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ എന്താണെന്ന് അറിയത്തില്ല, നല്ലൊരു AC 16 ഇടുന്നൊരു ഫീലാണുള്ളത്. അങ്ങനെ അത്രയ്ക്കും നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ഇവിടെ രത്ന വ്യാപാരം നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന്. കോഹിനൂറിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കൊണ്ടുപോയ കഥകളൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഗൈസ്, ഇത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു സംഭവമാണ് ഗൈസ്. ഇത് എന്താണെന്നറിയില്ല. അങ്ങേറ്റം വരെ ഇതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിരിക്കുക. എൻ്റെ പൊന്ന് ഗൈസ്, ഈ കോട്ട കയറി വരുമ്പോൾ നമ്മുടെ പണി തീരും. കാര്യം അത്രയ്ക്കും വലിയൊരു കോട്ടയാണ്. ഇതിനിപ്പോൾ ഇനി മേളിൽ കയറി ചെല്ലണം. മേളിൽ കയറി ചെന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. അങ്ങേറ്റത്താണ് ഒരു മസ്ജിദ് ഉള്ളത്. അത് 1100 വർഷം മുമ്പ് പഴക്കം ഉള്ളൊരു മസ്ജിദാണ്. ഇപ്പം ഈ കോട്ടയ്ക്ക് ഏകദേശം 500-600 വർഷം പഴക്കമുള്ളത്. പറഞ്ഞായിരുന്നില്ല, 65 വർഷം കൊണ്ട് പണിതെടുത്ത ഒരു കോട്ടയാണ് ഇത്. അങ്ങനെ കിടക്കുവാണ് നല്ല അടിപൊളിയായിട്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ആൾക്കാർ, അതായത് ഇത്രയും 65 വർഷം കൊണ്ട് ആൾക്കാർ ഇത് ഉണ്ടാക്കിയെടുത്തെന്ന് പറയുമ്പോഴത്തേനും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുടെ കഠിന അധ്വാനമായിരിക്കും ഇതൊന്നും ചെയ്തെടുക്കാൻ വേണ്ടി. അന്ന് എന്ത് ഭംഗിയായിരിക്കും. ഇപ്പോഴും ആ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ അങ്ങനെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അതിഗംഭീരമാണ് ഈ ഒരു കോട്ട. ഞാൻ ഇന്ത്യയിൽ ഒരുവിധം കോട്ടകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു നല്ല ഒരു ഗംഭീര കോട്ട തന്നെയാണ് കേട്ടോ. കാര്യം നമുക്ക് വിശ്വസിക്കാൻ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു അടിപൊളി ഒരു കോട്ട. അത് നമ്മുടെ ഇത്രയും നല്ല ഇതായിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഉണ്ടാക്കാൻ വേണ്ടി 65 വർഷം എടുത്തു. അപ്പം ഞാൻ പറയുമായിരുന്നു, അങ്ങനെയാണ് അതിൻ്റെ ഓണർ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത പുള്ളി.
പിന്നെ വീണ്ടും നമ്മൾ കോട്ടയിലോട്ട് അല്ലേ കല്ലുകൊണ്ട് പണിത് വെച്ച സാധനം ഫുൾ മിനാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പ്രാവും കഷ്ടത്തിന് നല്ല മണം. ഇവിടെ വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര കോൾഡ്. ഇവിടെ ഒരു ബെഡ് ഉണ്ടെങ്കിൽ ബെഡ് വിരിച്ചിട്ട് നല്ലതായിട്ട് സുഖമായിട്ട് കിടക്കും. മൊബൈലിൻ്റെ നല്ല സൗണ്ട് കേൾക്കുന്ന ആ ഏരിയയിൽ മൊബൈലിൻ്റെ സൗണ്ട് കേൾക്കുന്നത് പിന്നെ പൊളിയാണോ ഒരു ദിവസം ഫുള്ള് കാണാനുള്ള ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ളൊരു വകയാണ് ഗോൽക്കൊണ്ട ഫോറസ്റ്റ്. ഒവാൽ ഒവാലാണ് ഡാൻസ് കളിക്കുന്നത്. നല്ല നിപ്പായം പിടിക്കും പല അല്ലേക്ക നിപ്പ പിടിക്കും അല്ലേ. കുറ്റം ചേർത്ത കഴിച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊന്നും കെട്ടാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു 100 കമ്പി പാകിയിട്ടായിരിക്കും അല്ലേ, 100 കമ്പി വലിച്ചിട്ടായിരിക്കും. ഇത് മൊത്തം ഫുള്ള് കല്ല വെച്ചേക്കുന്നത് അല്ലേ. ഇത് മേളിൽ വെച്ചേക്കുന്നത് ഇപ്പം മേളിൽ കാണിച്ചില്ലേ, അത് മൊത്തം ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ടാണ് ഇത് വാർത്തേക്കുന്നല്ല കരിങ്കല്ല് വെച്ച് ജോയിന്റ് ആക്കിയേക്കുന്നത്. പക്ഷെ ആ സാധനം കൂടി താഴെ വരത്തില്ല, ആ രീതിയിൽ അവർ അതിൻ്റെ സെറ്റിങ്സ് ചെയ്തേക്കുന്നത് പഴയ ആൾക്കാർ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കമ്പികൾ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ, പക്ഷേ ഇത് കോൺക്രീറ്റ് ചെയ്യാതെ തന്നെ വാർക്ക പണിതിട്ടിരിക്കുക. അപ്പം അത്രയ്ക്ക് ടാലൻ്റ് ഉള്ള ആൾക്കാരായിരുന്നു പഴയ കാലത്ത്. ഇതുകൊണ്ടോ എന്ത് ഭംഗിയാണെന്നെങ്കിൽ ഇത് മെയിൻ്റെനൻസ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അന്നത്തെ രീതിയിൽ ഇതുണ്ട്, അത് കോൺക്രീറ്റ് അല്ല, കമ്പിയിട്ട് വാർത്തേക്കുന്നല്ല, ഇത് നോർമൽ കമ്പിയൊന്നും ഇല്ലാതെ വാർത്തയാണ്. കമ്പി ഇല്ലാതെ കല്ല് വെച്ച് മാത്രം കെട്ടിയേക്കുന്നത്. ഇപ്പോഴത്തെ നമ്മൾ എന്തോരം കമ്പി ഭാഗിട്ടാണ് ബിൽഡിങ്ങിൽ നിർമ്മിക്കുന്നത്. ഇതിന് മേളിൽ ചെല്ലുമ്പോൾ എനിക്കൊന്ന് ഏകദേശം ഒരു 3 മണി ഒക്കെ ആവും വൈകുന്നേരം. അത് അത്രയ്ക്കും വലിയൊരു കോട്ടയാണ് അവിടെ ചെല്ലുമ്പോൾ, അത്രയ്ക്കും വലിയൊരു കോട്ട. ഹായ് ഹായ് അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് 3-4 മണിയാകും. അതിൻ്റെ അറ്റത്ത് ഒരു മസ്ജിദ് ഉണ്ട്, അവിടം വരെ പോകണം കയറി.
മനസ്സിലാവും. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇവിടുന്ന് നോക്കിയാലേ നല്ലൊരു ഭയം. അയ്യോ അയ്യോ. കല്യാണം 12 കിലോമീറ്റർ ദൂരത്തുള്ള ബഞ്ചാര ഹിൽസിൽ നിന്നാണ് ഇവിടത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അന്നത്തെ കാലത്ത് എടുത്തിരുന്നത്. അവിടുന്ന് 10-15 ആൾക്കാർ കൈകൊണ്ട് കറക്കി പമ്പ് ചെയ്ത് അവിടുന്ന് ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്, ചെറിയൊരു കുളം. ആ കുളത്തിലോട്ടാണ് വെള്ളം വരുന്നത് 12 കിലോമീറ്റർ ദൂരത്തുള്ള ബഞ്ചാര ഹിൽസിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്നും അങ്ങനെ പമ്പ് ചെയ്ത് 400 അടി മേളിലാണ് ഇവിടെ ഈ കാണുന്ന കണ്ട ടാങ്ക്. ആ ടാങ്കിൽ 3-4 ടാങ്കുണ്ട്. ടാങ്കിൽ വെള്ളം അടിച്ച് കയറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് 400 അടി മുകളിൽ തന്നെ വെള്ളം പമ്പ് ചെയ്ത് കറക്കിയാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ കറക്കി കയറ്റുമായിരുന്നു. അപ്പം ഇപ്പോൾ ആ പൈപ്പെല്ലാം വിടിച്ചിട്ടിരിക്കുക. ഞാൻ ഇപ്പം കണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതൊക്കെ ജയിലൊക്കെയാണെന്ന് തോന്നുന്നു. അന്നത്തെ തടവുകാരെയൊക്കെ ചിരുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും ആരോടും. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങൾ കുറച്ച് ഗൈഡ് അവിടെ പറയുന്നത് കേട്ട് അതൊക്കെ ഞാനിവിടെ വിവരിച്ചു തരുന്നുണ്ട്. ഗൈസ്, ഞാൻ നടന്ന് മടുത്തു ഗൈസ്. അതിൻ്റെ പൊന്നെ, അതിൻ്റെ ബാക്ക് കണ്ടോ, നല്ലൊരു ഹൈറ്റിൽ തന്നെ കയറി വന്നേക്കുന്നത്. ഇപ്പം കാണാത്ത ഒരുപാട് കാഴ്ചകളുമായി അയ്യോ ഇവിടെ ഇരിക്കും. എല്ലാവരും കടം മടുത്തിരുന്നു കേട്ടോ ഗൈസ്. ഹൈദരാബാദ് മുഴുവനും കാണാം ഇവിടെ. അവർ രണ്ടും അവിടെ ഇരുന്നല്ലേ. ഇതാണ് മസ്ജിദ്. ഇതാണോ പണിത് 1000 വർഷം പഴക്കമുള്ള? ഈ കാണുന്നത് കാക്കരത്തെ രാജ എന്ന പഴയ രാജാവ് ഉണ്ടാക്കിയ കാളിമാത ദേവി ക്ഷേത്രമാണ്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം